മലപ്പുറത്ത് നിന്നും കാണാതായ 14-കാരി കൊല്ലപ്പെട്ട നിലയിൽ റെയിൽവേ ട്രാക്കിന് സമീപമാണ് ആ 14-കാരി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ജംഷീർ കുടുങ്ങിയുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ഇനിയും ഇൻക്വസ്റ്റ് നടപടികൾ സ്വീകരിക്കുകയാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നടപടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക? തീർച്ചയായിട്ടും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പോലീസ് നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ദുരൂഹത ഉണ്ടായിരുന്നു. കുട്ടിയെ കാണാതായത് മുതൽ തന്നെ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. ഇന്നലെ രാത്രി ഈ സംഭവം നടക്കുന്നതിന്റെ ഏതാനും മീറ്ററുകൾ അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിൽ വരെ പോലീസ് എത്തിയിരുന്നു. അവിടേക്ക് പരിശോധന നടത്തിയിരുന്നു. ഈ സമയത്ത് ഈ പയ്യൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാരണം ആ സമയത്ത്, അതായത് ഏതാണ്ട് ഒരു 9:00 കൂടിയാണ് പോലീസ് അവിടെ അന്വേഷിച്ചെത്തുന്നത്. ആ സമയത്ത് ഈ പയ്യനെ അവിടെ കണ്ടിരുന്നു ചില ആളുകൾ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ പോലീസ് വന്നത് കണ്ട് അവിടെ നിന്ന് ഈ പയ്യൻ ഓടിപ്പോയി എന്നുള്ള ഒരു വിവരം കൂടി നാട്ടുകാർ നൽകുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഇവനാണോ അല്ലെങ്കിൽ ഈ പയ്യനാണോ ഇതിന്റെ പിന്നിൽ എന്നുള്ള സംബന്ധിച്ച ഒരു വ്യക്തതയില്ലായിരുന്നു. പിന്നീട് അവിടെ നിന്ന് തന്നെ ഈ പയ്യൻ തന്റെ അച്ഛനെ വിളിക്കുകയും ആ അച്ഛനെ വിളിച്ച ആളിൽ നിന്ന് നമ്പർ വാങ്ങിയാണ് പോലീസ് പിന്നെ ഈ ആളെ അച്ഛനെ വിളിച്ച് ഈ പയ്യൻ ആരാണെന്ന് സംബന്ധിച്ച ഒരു വ്യക്തത വരുത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്ത് ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നത് ഈ പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരം എന്നുള്ള മൊഴി ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകി എന്നുള്ള ഒരു പ്രാഥമിക വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള തന്നെ ഒരു കൊലപാതകം തന്നെയാണ് ഇത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വണ്ടൂർ പോലീസും അതോടൊപ്പം തന്നെ ഡിവൈഎസ്പി നിലമ്പൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ നേതൃത്വത്തിലുള്ള മറ്റു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ പരിസരത്തിന്റെ ഏതാണ്ട് സമീപ പ്രദേശങ്ങളിലടക്കം പോലീസ് അന്വേഷിച്ചു വന്നതാണ്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി വൈകുന്നേരത്തോടു കൂടി കുട്ടിയെ കാണാതെയാവുന്നു. പിന്നീട് അല്പം വൈകും വരാനെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു. അമ്മയോട് ആ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. അല്പം വൈകും എന്ന് പറഞ്ഞു. സ്വന്തം ഫോണല്ല മറ്റൊരു ഫോണിൽ നിന്നാണ് വിളി വന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ആ ഒരു ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചും പിന്നീട് ആൺസുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഒരു മൊഴി ഈ ആൺസുഹൃത്ത് പോലീസിന് നൽകി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കൃത്യമായ ആസൂത്രണം, അതായത് ഇന്നലെ ഈ ആൺസുഹൃത്ത് കഴിഞ്ഞ 5-ാം തീയതി മുതൽ തന്നെ സ്കൂളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. എന്നാൽ ഇന്നലെ ഈ സ്കൂൾ പരിസരത്ത് യൂണിഫോം ഇല്ലാതെ ഈ ആൺസുഹൃത്തിനെ കണ്ടു എന്നാണ് പറയുന്നത്. അത് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുമായി പോകാൻ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആൺസുഹൃത്ത് അവിടെ വന്നതാണ് എന്നുള്ള ഒരു വിവരം തന്നെയാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്.